കണ്ണൻ ചിമ്മി കാണും. അപ്പോൾ വി ആർ അറ്റ് ബാംഗ്ലൂർ. ഞങ്ങൾ ഇന്നലെ ബൈ റോഡാണ് വന്നത്. ഇന്നലെ ഒരു 6-ന് ഇറങ്ങി നമ്മളിവിടെ ഒരു 4:30 4:45 ആയപ്പോൾ എത്തി. നല്ല അടിപൊളി ഡ്രൈവ് ആയിരുന്നു കേട്ടോ. ഒട്ടും വലിയ റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അത്രയും മോർണിംഗ് ഇറങ്ങിയോണ്ടായിരിക്കും പെട്ടെന്ന് ഇവിടെ എത്തി. ട്രാഫിക് വളരെ കുറവായിരുന്നു. പിന്നെ എന്താ ബിക്കോസ് എനിക്ക് ഫുഡ് ലഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് ബോറടിച്ചു. അപ്പൊ ഞാൻ കിടന്നുറങ്ങി അല്ലേ. അത് നമ്മൾ നെവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4:45 ഒക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ ഇവിടെ നല്ലൊരു ചിൽ ക്ലൈമറ്റ് ആണ്. അങ്ങനെ ഒത്തിരി തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ലൊരു വെതർ. പിന്നെ എനിക്കിപ്പോൾ December 15 കഴിയുമ്പോൾ വെക്കേഷനാണ്. അതുകൊണ്ടാണ് നമ്മളൊരു കുട്ടി ട്രിപ്പ് പിടിച്ചാലോ എന്ന് വിചാരിച്ചത്. ബിക്കോസ് നമുക്ക് വർക്ക് കുറവായതുകൊണ്ട് നമുക്ക് ലീവ്സ് ഒക്കെ എടുക്കാം, ആരോടും ചോദിക്കേണ്ടതായില്ല. പിന്നെ നമ്മൾ ബാംഗ്ലൂർ വരാൻ വേറൊരു റീസൺ ഈസ് ബിക്കോസ് വൈ പറ എന്റെ ബർത്ത്ഡേ ആണ് December 24. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ബാംഗ്ലൂർ വന്നത്, ലീവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വന്നത്. പിന്നെ എനിക്ക് എന്റെ ബർത്ത്ഡേസ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഇസ് ബിക്കോസ് ഇറ്റ്സ് ഡിസംബർ. അത് ഭയങ്കര അടിപൊളി ഒരു ടൈമല്ല, എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ടൈമാണല്ലോ. പക്ഷെ എനിക്ക് സ്കൂളിൽ അങ്ങനെ പോയിട്ട് എന്റെ ബർത്ത്ഡേ ഡേ തന്നെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എപ്പോഴും വെക്കേഷൻ ആണ്. പക്ഷെ ഞാൻ ജാനുവരി പോയിട്ട് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് കൊടുക്കാറുണ്ട്. അന്ത മാതിരി സൈക്കോടാ ഞാൻ. സൈക്കോ ആണോ? പാവല്ലേ. ഞാൻ 24-ാം തീയതി ജനിച്ചോണ്ടല്ലേ കല്യാണം കഴിച്ചേ. അച്ഛനേനെ കല്യാണം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവോ? പിന്നെ ദിസ് ഈസ് എ ഡിസ്ക്ലെയിമർ. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് വ്ലോഗ് ഈസ് മോർ ഓഫ് ഒരു ഫുഡ് എക്സ്പ്ലോറിങ്. എനിക്ക് കൊതിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ ഫുഡ് അടിയും കാണാൻ പറ്റും. വീട്ടില് ഇത് കോർമംഗലയിലുള്ള ഹോൾ ഇൻ ദി വാൾ കഫേ ആണ്. ഇവിടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഷേക്സ് ഒക്കെ കിട്ടും. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞങ്ങൾ കഴിച്ച അവരുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, പാൻ കേക്ക്, പീനട്ട് ബനാന ഷേക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ഹോൾ ഇൻ ദി വാൾ കഫേ പോയിട്ട് അത്യാവശ്യം നന്നായി ഫുഡ് അടിച്ച് നമ്മൾ ഔട്ടായി പോയി. നമ്മൾ റൂമിൽ പോയി കുറച്ച് ഫിലിംസ് ഒക്കെ കണ്ടിരുന്നു. ഫിലിംസ് അല്ല, ഒരു ഫിലിം ഇരുന്ന് കണ്ടു, അവതാർ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അച്ചുവിന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ. അവരെ കണ്ടിട്ട് എത്ര നാളായി? നമ്മളവരെ കാണാൻ പോവാണ്. I think that girl is from Delhi. Okay. So she is also from Delhi and they are like friends and I think she moved to like Ireland. അങ്ങനെ നമ്മൾ അച്ചുമ്മയുടെ ഫ്രണ്ട്സിനെ കണ്ടു. ഹാപ്പി ആയോ? കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെയും കാണാം. കുറച്ചു നേരം കഴിയുമ്പോൾ അവർ പിന്നെയും വരും. പിന്നെ രാത്രി ഞങ്ങളൊരു റെസ്റ്റോ ബാറിൽ പോവാണ് ഡിന്നർ കഴിക്കാനായിട്ട്. ഇപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടി നടക്കും. രാവിലെ ട്രാഫിക് ഇല്ലായിരുന്നെങ്കിലും വൈകുന്നേരം രാത്രിയായപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടല്ലേ. നമ്മളൊരു ചെറിയ ഡീറ്റോർ ആയി പോയത്. നമുക്കൊന്ന് വഴി തെറ്റിയെന്ന് തോന്നണം എനിക്ക്. ഞങ്ങൾ അപ്പോൾ അവിടെയുള്ളൊരു നെക്സസ് മോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ മോളിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതെനിക്ക് അച്ഛമ്മ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ സമയം 10 ആയി. ഞങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് ഒരു റെസ്റ്റോ കഫേയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അച്ഛൻ്റെ 2 ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഊബറിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാർ ഓൾറെഡി പാർക്ക് ചെയ്തു. പിന്നെ രാത്രിയിലെന്ന് വെച്ചാൽ ഊബർ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ മറന്നു നേരത്തെ ഷോട്ടിൽ. സോ ഇത് ഞങ്ങൾ എയർബിഎൻബിയിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ടുഡേ ഈസ് 24th, എൻ്റെ ബർത്ത്ഡേ. വലിയ പരിപാടികളൊന്നുമില്ല, ചുമ്മാ ഇപ്പോൾ ബ്രഞ്ച് കഴിക്കാൻ വന്നു. നമ്മൾ ഈച്ചപ്പോൾ ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി കൂട്ടി നമ്മൾ ബ്രഞ്ചിന് വന്നേക്കുവാണ്.
And my ജസ്റ്റ് ലോഫ് എന്ന് പറഞ്ഞ കഫേയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. എനിക്ക് പക്ഷേ ഇന്നലെ പോയ ഹോൾ ഇൻ ദി വാൾ കഫേയാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോവാണ്. അത് ഇവിടെ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. അത് എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ അതൊരു അടിപൊളി മോളാണെന്നാണ് കേട്ടത്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചുമ്മാ ഈ ജസ്റ്റ് ലോഫ് എന്ന് പറഞ്ഞ കട ഇഷ്ടമായോ? പക്ഷെ എനിക്ക് ഇന്നലെ പോയ മറ്റേ ഹോൾ ഇൻ ദ വാൾ കഫേ അല്ലേ, ഇവിടെ എന്തോരം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ അല്ലേ. അതെ 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 ഫഹദ് ഫാസിലല്ല, സ്വന്തമായിട്ട് നെവിൻ പോളി ആണെന്നാണ് വിചാരം. എവിടെ നോക്കട്ടെ. പക്ഷെ ഞങ്ങളുടെ സിജു വിൽസൺ സിജു നമ്മുടെ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അതിനെ ബ്രഞ്ച് എന്ന് വിളിക്കും. ഇപ്പൊ സമയം 1 മണിയായിട്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒട്ടും വെയിലൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്. ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ് ആയാലും നമുക്ക്, പക്ഷെ ഇവിടുത്തെ വെള്ളം കൊള്ളില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥലം മതി അല്ലേ. മതി. ഞങ്ങൾ ഈ പോകുന്നത് കബൺ പാർക്കിൻ്റെ ഏരിയയിൽ കൂടിയാണ്. അവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കുറേ ട്രീസൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൻ്റെ വേറൊരു വൈബ് തന്നെയായിരുന്നു. അവിടെ നല്ല രസമുണ്ടായിരുന്നു, നല്ല റോഡായിരുന്നു. ഇവിടെ ഈ ഒരു ടൈം ആകുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ മോൾ ഓഫ് ഏഷ്യയിലാണുള്ളത്. ചെറിയ മോളാണ്. നമ്മൾ വിചാരിച്ചു ഭയങ്കര വലിയ ആളായിരിക്കുന്നത്. ലുലുവിൻ്റെ ഒക്കെ പകുതിയുള്ളൂ. പക്ഷെ ഇവിടെ കുറേ ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ട്. വാച്ചസ്, ഷൂസ്, അങ്ങനെ ഒരു ഫ്ലോർ മൊത്തം ലക്ഷറി വാച്ചസ് അങ്ങനെയൊക്കെയാണ്. കൊള്ളാം. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു 8 എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നമ്മൾ രണ്ടുപേരും ജാപ്പനീസ് ഫുഡിൻ്റെ ബിഗ് ഫാനാണ്. ചുമ്മാ രാമനാണ് കഴിക്കുന്നത്. വെരി യമ്മി. അന്നത്തെ ബാക്കി വീഡിയോ എടുക്കാൻ ആക്ച്വലി വിട്ടുപോയി. അന്ന് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് അവതാർ മൂവി കാണാൻ പോയി, ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തുള്ള ആ നെക്സ്റ്റ് മോളിൽ തന്നെ. ഇപ്പോൾ നമ്മളുള്ളത് 13th ഫ്ലോറിലുള്ള 13th ഫ്ലോർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് നമ്മൾ അച്ചുവിൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു ഡിന്നർ അല്ല ലഞ്ചിന് വന്നതാണ്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്നുള്ളത്. പിന്നെ കിടിലം ഫുഡും. മെറി ക്രിസ്മസ്. ഞങ്ങളിപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് കൂടി നടക്കാൻ. ഇവിടെ കുറേ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ നടക്കുകയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനത്തെ കുട്ടി ഷോപ്സ് ഉണ്ട്. ഇത് ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ കാറൊക്കെ എടുത്തു. ഇപ്പോൾ നമ്മൾ ഗൊറില്ല ഡൈനർ എന്ന് പറഞ്ഞൊരു ബർഗർ സ്പോട്ട് ഉണ്ട്. അവിടെ ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടെ എല്ലാ ട്യൂസ്ഡേയ്സും റിസർവേഷൻ ഓപ്പൺ ആവും 8 മണിക്ക് രാത്രി. അവിടെ ഓപ്പൺ ആയ ഒരു 3 minutes തന്നെ ഫുൾ സ്ലോട്ട്സ് ബുക്ക് ആവും. അവിടെ 5 to 10 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ 9 ബുക്ക് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ എനിക്ക് സ്ലോട്ട് കിട്ടിയില്ല. നമുക്ക് 6 സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹൈപ്പൊക്കെയാണ് എല്ലാവരും തന്നിരിക്കുന്നത്. ഇനി അത്രയും അടിപൊളി ആവുമോന്നൊന്നും അറിയില്ല. ചുമ്മാ പോയി നോക്കാം. ഞങ്ങളുടെ ഫേവറേറ്റ് ബർഗർ സ്പോട്ട് ഏതാണ്? നമ്മുടെ ബർഗർ ജംഗ്ഷൻ ആണല്ലേ. എന്താ എന്ത് ബർഗർ ജംഗ്ഷൻ. അവിടുത്തെ ബർഗറാണ് ഏറ്റവും ബെസ്റ്റ് ഇതുവരെ കഴിച്ചതിലല്ലേ. അച്ഛമ്മ അവിടുത്തെ ഫാൻ അല്ലേ? യെസ് ഓഫ് കോഴ്സ്. അവിടുത്തെ വലിയോന്ന് നോക്കട്ടെ. ട്രാഫിക് ക്രിസ്മസ് ആയിട്ട് ഞാൻ വിചാരിച്ചു ട്രാഫിക് കുറവായിരിക്കും കേട്ടോ. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട് ആക്ച്വലി. നമ്മൾ വന്നതിൽ ഇന്നാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത് ഇവിടെ. ആക്ച്വലി ഇതൊരു കുട്ടി ഷോപ്പാണ്. മാക്സിമം ഒരു 5 to 6 സീറ്റ്സ് ഇവിടെ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവർ ബുക്ക് ചെയ്തിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ടാക്കോസ്, നഗറ്റ്സ് ആൻഡ് ബർഗറാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. എനിക്ക് ടാക്കോസ് അത്ര ഇഷ്ടമായില്ല, ഭയങ്കര ഓയിലി ആയിരുന്നു. ടാക്കോസ് ഇഷ്ടമായോ? പോർക്കല്ലേ, കുറച്ച് മെസ്സിയാണ് ഇന്ന് എടുക്കാനായിട്ട്.
ഈ ഇങ്ങനത്തെ കോള കുടിക്കുമ്പോ ഒരു നൊസ്റ്റു അടിച്ചോ? എനിക്ക് അടിച്ചു. കൊറേ നാളായി ഇതുപോലത്തെ കുപ്പിയിൽ കുടിച്ചിട്ട്. ഇത് കാണുമ്പോ ഒരു പണ്ടത്തെ ഒരു നൊസ്റ്റു അടിക്കുവാണ്. ഒരു ചിൽ. ശരിക്കും ഇതിന് 10 രൂപയുള്ളൂ. ഇവര് നമ്മളുടെ അടുത്ത് 50 റുപ്പീസ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് സാധാ ബോട്ടിലേക്ക് കുടിക്കുന്നതിനേക്കാൾ ഒരു വൈബ് ഉണ്ട് ഇതിലേക്ക് കുടിച്ചിട്ട്. ചിക്കൻ നഗറ്റ്സ് ആണ്. സാധാരണ നഗറ്റ്സ് പോലല്ലേ നോക്കിയേ. കൊള്ളാം. ട്രിപ്പിയാണോ? റിയലി ഗുഡ് ആണോ? നമ്മുടെ ബർഗർ ജംഗ്ഷനെ വെട്ടിക്കോ? ഡിഫറെന്റ്. നൈസ് ആണോ? വർത്ത് ഇറ്റ് ആണോ? ഹൈപ്പ് ഉണ്ടോ? ഇനി എന്റെ ബർഗർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. എന്റെ ഒക്ലഹോമ ഫ്രൈഡ് ഓണിയൻ ആണ്. ഗുഡ് ഗുഡ്. ബർഗർ ജംഗ്ഷനിലെ ചീസ് ബർഗർ ഇല്ലേ, അതിനോട് ഒരു മാച്ച് ആണ് ഒരു ബർഗർ. പക്ഷെ ഗുഡാണ്. മെസ്സി ബർഗർ അല്ല. ഞാനൊരു ചെറിയ ബൈറ്റ് എടുത്തത്. അച്ഛമ്മ എനിക്ക് ഏറ്റവും വലിയ ബൈറ്റൊക്കെ അടിച്ചുകൊണ്ട് പോയി. എല്ലാ ഹസ്ബൻഡ്സും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രാഫിക്കിൽ കിടക്കുവാണ്. നമ്മൾ റൂമിൽ പോകാൻ പോവാണ്. പിന്നെ നമ്മളവിടെ നിന്നൊരു പോയിട്ട് കുറച്ച് നേരം ഒരു 8:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ചുമ്മാ റോട്ടിൽ കൂടി നടക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മൾ ഇന്നും കൂടി നൈറ്റ് കൂടി ഉള്ളൂ ചെന്നൈ അല്ല ബാംഗ്ലൂർ. നാളെ നമ്മൾ കൂർഗ് പോവാണ്. കൂർഗിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വിൽ ഗോ ബാക്ക് ടു അവർ ഹൗസ്. ഒക്കെയാണ് പ്ലാൻ. നമ്മളപ്പോൾ രാത്രിയിൽ ചുമ്മാ ഈ സ്ട്രീറ്റിൽ കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന് Airbnb. ഒരു 1 BHK ആയിരുന്നു. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഒരു ക്യൂട്ട് സ്റ്റേ. അപ്പോൾ നമ്മളിപ്പോൾ കൂർഗ് പോവാണ്. ലെറ്റ്സ് ഗോ. എവിടെ? മൈസൂർ. കൂർഗ്. മൈസൂർ ഇല്ല. മൈസൂർ വഴിയല്ലേ കൂർഗ് പോണേ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു കൂർഗ്. ബൈ ബാംഗ്ലൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈൻയാർഡ് ഉണ്ട് പോകുന്ന വഴി. അപ്പോൾ അവിടെയും കൂടി കയറി എന്താണെന്ന് നോക്കിയിട്ട് പോകാം എന്നാണ് പ്ലാൻ. സോ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. എന്നിട്ട് അവിടെയൊക്കെ ചെന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം 10. അവിടെ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ എത്തും. ഈ ഞങ്ങൾ പോകുന്ന വഴി കുതിരേനെ കണ്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബിഗ് ബാനിയൻ വയനാട് എത്തി. ഇവിടെ ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. ഫുൾ ഈ ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. ക്രിസ്മസ് ടൈം അല്ലേ, പിന്നെ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാതെ. അപ്പോൾ വാ, നമുക്ക് എന്താണ് ഉള്ളിൽ നിന്ന് നോക്കാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളിപ്പോൾ ഒരു വൈൻ വാങ്ങാമെന്ന് വിചാരിച്ചു പോവാണ്. ഇവിടെ വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ അതൊരു 1 hour എടുക്കും ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിന് സമയമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് 4 hours ഡ്രൈവ് ഉണ്ട് ടു കൂർഗ്. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒരു വൈൻ വാങ്ങിയിട്ട് പോവാമെന്ന്. ഓ അടിപൊളി അടിപൊളി. വൈൻ ബോട്ടിൽസ് ഇരിക്കുന്നത് നോക്കൂ. 30% dry muscat grapes, so it's more sweet. And this is the most sweetest wine we have, and we say desert wine. It has 100 grams per liter sugar, and we don't add any sugars. It's all naturally ഷുഗർ ഉള്ള വൈനാണ്. നമ്മളിതാ ഈ വൈൻ എടുക്കാനാണ് പ്ലാൻ. ബിക്കോസ് ഈ പുള്ളി പറഞ്ഞു ഇതാണ് ഇവിടുത്തെ സ്വീറ്റസ്റ്റ് ആൻഡ് നോ ഷുഗർ വൈൻ. ആൻഡ് ഇത് ഈ ഗ്രീൻ കളർ ഗ്രേപ്സ് ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ നമ്മളിതെടുത്ത് പിന്നെ കുറച്ച് 2 എണ്ണം വീട്ടിലോട്ട് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു.
എന്തൊരു വലിയ കുപ്പിയാന്ന് നോക്കൂ, വൈൻ കുപ്പി. അപ്പം നമ്മൾ വൈനൊക്കെ വാങ്ങിയിട്ട് പോവാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇവരുടെ വീൻയാർഡുണ്ട്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ വീൻയാർഡ് എത്തിപ്പോയി ഗായ്സ്. നോക്കൂ, കുഞ്ഞാണ്, ഇത്രേ ഉള്ളൂ. അവിടുത്തെ ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ജാനുവരി മാർച്ചൊക്കെ ആകുമ്പോഴാണ് ഇത് ഗ്രോ ആവുകയെന്ന്. ഇവിടുത്തെ വൈൻ, ഇവിടുത്തെ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ വാങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവാണ് ഇങ്ങോട്ടുള്ളത്. പക്ഷേ ഇത് വേർത്ത് വിസിറ്റ് ആട്ടോ. നിങ്ങളിവിടെ ബാംഗ്ലൂരോ മൈസൂർ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ. ഹായ്. അങ്ങനെ ഞങ്ങൾ വൈനൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവറിലൊരു ചേഞ്ച് വന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ്, നല്ല റോഡ്. അപ്പം ഞാൻ വെച്ചു ഞാൻ ഓടിക്കാമെന്ന്. ഞങ്ങൾ പോകുന്ന റൂട്ടിൽ വേറൊരു വൈൻയാർഡ് കൂടി കണ്ടു, സുല വൈൻയാർഡ്. ഇത് നമ്മളുടെ ഫ്രണ്ട് ഫസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരെണ്ണമുണ്ടെന്ന്. അപ്പം നമ്മൾ അവിടെയും കൂടി ഒന്ന് ചുമ്മാ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് ഒരു വൈൻ വാങ്ങി, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ബിക്കോസ് ഞങ്ങൾ കൂർഗ് എത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ടിട്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തായിരുന്നു, കാരണം ലേറ്റ് ആയാലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ മൈസൂരാണ് ലഞ്ച് കഴിക്കാൻ നിർത്തിയത്. ഒരു 3 ഒക്കെ ആയി. കയറിയ കഫേയിലാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മൈസൂർ എത്തി. ഇവിടുന്ന് തന്നെ ലഞ്ച് കഴിച്ചു. ഒരു സാപ്പ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഞങ്ങൾ 3:33 എത്തിയതാണോ, 3 ഒരു 30 minutes വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു. പിന്നെ നമ്മളൊരു 4 ഒക്കെ ആയപ്പോൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നേരെ കൂർഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 3 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ മൈസൂരാണ്. ഇവിടെ വലിയ തണുപ്പ് കാര്യമൊന്നും ഇല്ലല്ലേ? ഇല്ല. 25 degrees ആണ് കാറിൽ കാണിക്കുന്നത്. 25 degrees ആണ് കാറിൽ കാണിക്കുന്നത്. ബട്ട് അങ്ങനെ തണുപ്പില്ല, ചൂടില്ല, ഒരു പ്ലസന്റ് ക്ലൈമറ്റ് ആണ്. ഓഹോ, ഐ സീ. അച്ഛമ്മ ആക്ച്വലി എൻ്റെ വ്ലോഗിൽ സംസാരിക്കുമ്പോൾ സൗണ്ടൊക്കെ ഒന്ന് മാറ്റും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റേ ആ മൈസൂർ ഫോറസ്റ്റ് ഏരിയ കൂടിയാണോ പോകുന്നത്? റൂട്ട് ആയിരിക്കും കൂർഗിലേക്കുള്ള. എങ്ങനെയായിരിക്കും നോക്കാം. അയ്യോ, അപ്പൊ ആനനെ കാണോ? കണ്ട് പോകാം. അറിയില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ. തലവേന എടുക്കുക, ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട്. ഇപ്പൊ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മളുടെ റൂം. ബാൽക്കണി നോക്കാം. ഇതാണ് ബാൽക്കണി, നല്ല വ്യൂ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ഡിന്നർ കഴിച്ചു. അവിടെ ബൊഫേ ആയിരുന്നു. എന്നിട്ട് അന്ന് പുറത്തൊന്നും പോയില്ല. അന്ന് രാത്രി സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പുതിയ എപ്പിസോഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിരുന്ന് കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 8 to 10 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഇപ്പോൾ 9:30 ആയപ്പോൾ നമ്മൾ ഓടട്ടെ. ബാൽക്കണി നല്ല വ്യൂ രാത്രി കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. രാവിലെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്നുള്ളത്, മലയൊക്കെ ആയിട്ട്. ഇപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി സ്റ്റോൺ ഹിൽസ് എന്ന് പറഞ്ഞൊരു കഫേ വന്നേക്കാണ്. ഇവിടെ റിവ്യൂസ് നോക്കിയപ്പോൾ നല്ല കൂർക്ക് ഫുഡ്സ് കിട്ടും. ഇവിടെ എനിക്ക് തോന്നുന്നു കൂർഗിൽ കൂടുതൽ പോർക്കാണ് ഫേമസ്. അപ്പം ഞാൻ വലിയ പോർക്ക് ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ നമ്മളതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വന്നതാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റോൺ ഹിൽ കഫേ പോകാം. ഇത് ഒരു ഹില്ലിൻ്റെ മുകളിലാണ്. അപ്പം നമുക്ക് നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഇങ്ങോട്ട്. ആ സൈഡിൽ
ഇവിടെ ഒട്ടും തണുപ്പില്ല, ചെറിയൊരു ചില്ലായിട്ടുള്ളൊരു തണുപ്പുള്ളൂ, വലിയ തണുപ്പൊന്നും. എനിക്ക് തോന്നുന്നു രാത്രി ആകുമ്പോഴാണ് പിന്നെയും തണുപ്പുള്ളത്. പോ നോക്ക്. ഫാനാണ്. നല്ലാണോ? നമ്മളപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ നാംറോളിംഗ് മൊണാസ്ട്രി എന്ന് പറഞ്ഞൊരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. അവിടെ കൂടുതൽ ഈ ടിബറ്റൻ മോങ്സ് ഒക്കെയാണ് ഉള്ളത്. കൂടുതൽ കുറേ ടിബറ്റൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വായിച്ചത് ഈ പണ്ട് ടിബറ്റിൽ ഈ ചൈനീസ് ഇൻവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് റെഫ്യൂജീസ് ആയിട്ടാണ് ഇവർ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ടിബറ്റൻ മാർക്കറ്റ്സും ഫുഡ് സ്പോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നിന്ന് ഒരു 1.5 ഡ്രൈവ് ഉണ്ട്. നമ്മൾ ആക്ച്വലി വിചാരിച്ചത് നാളെ പോകാമെന്നാണ്. പക്ഷെ നമ്മൾ ഏത് വഴിയാണ് പോകുന്നത്? നാളെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കവർ ചെയ്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ അതൊരു എക്സ്ട്രാ ഒരു 2 hours എടുക്കും വീട്ടിലെത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ പോയിട്ട് ഇതൊന്ന് കണ്ടിട്ട് വരാമെന്ന്. സോ അവിടെ എത്തിയിട്ട് കാണാം. ആക്ച്വലി ഇതൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ പോയത് വെക്കേഷൻ ടൈമിലായതുകൊണ്ടിട്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. രക്കസേട്ട പോകുന്നു. ഈ ലാമ ഇവർക്ക് നാണം വന്നു നമ്മളെ കണ്ണു. മൊണാസ്ട്രിയുടെ അടുത്തായിട്ട് തന്നെ കുറച്ച് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഈ കീ ചെയിൻസും ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ കഴിച്ചത് ടിബറ്റൻ ഫുഡാണ്, നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു കഫേയിൽ ഡെസേർട്ട് കഴിക്കാൻ പോയി. നല്ല അടിപൊളി കഫേ ആയിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ട്. അഗസ്ത്യ കോഫി എന്നായിരുന്നു ആ ഒരു കഫേയുടെ പേര്. നിങ്ങൾക്ക് ഓർക്കുകയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് കഫേ ആണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ നമ്മുടെ ഹോട്ടലെത്തി. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോണ വഴിയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ സൺഫ്ലവേഴ്സ് ആണ്. ഇവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. നൈസ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ്. കുറച്ച് മങ്കീസിനെയൊക്കെ കണ്ടു. ഇതേ ഇരിക്കുന്നു ഒരു മങ്കി. വേറെ കാറിലിരുന്ന് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ആനയിലൊന്നും ഞങ്ങൾ കണ്ടില്ല. എനിക്ക് തോന്നുന്നു കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി വീട്ടിൽ പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.